കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. വയനാട്ടിലെ ലീഗിന്റെ ഭൂമി തട്ടിപ്പ് ആരോപണത്തിൽ കൂടുതൽ രേഖകൾ പുറത്തു വന്നിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു കല്ലങ്കോടൻ മൊയ്തുവിന്റെ ഭൂമി വാങ്ങിയത് യഥാർത്ഥ വിലയുടെ 4 ഇരട്ടി നൽകിയെന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സെന്റിന് 22,000 രൂപ വിലയുള്ള സ്ഥലത്ത് 1.20 ലക്ഷം രൂപ സെന്റിന് നൽകിയാണ് 3 ഏക്കർ ഭൂമി വാങ്ങിയത്. അതായത് വലിയ തുക വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഴുവൻ ഭൂമി ഇടപാടുകളിലും ഇതേപോലെ കോടികളുടെ വെട്ടിപ്പ് നടന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ജോഷില വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. ജോഷില, 22,000 രൂപ മതിപ്പ് വില, വിപണി വിലയുള്ള സ്ഥലം സെന്റിന് 1,20,000 രൂപ കൊടുത്താണ് ലീഗ് 3 ഏക്കർ വാങ്ങിയിരിക്കുന്നത്. ആ ഭൂമി എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവും ഏറ്റവും അടുപ്പക്കാരനുമായ കല്ലങ്കോടൻ മൊയ്തുവിന്റെ ഭൂമിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എത്ര ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു? ബാക്കിയുള്ള ഇടങ്ങളിലും സംഭവിച്ചത് എന്താണ്? മനു, 11.5 ഏക്കർ ഭൂമിയാണ് ലീഗ് മൊത്തമായി ഇവിടെ നിന്നും വാങ്ങിച്ചിട്ടുള്ളത്. തൃക്കൈപ്പറ്റ വെള്ളിത്തോട് എന്ന സ്ഥലത്താണ് ഭൂമി വാങ്ങിച്ചിട്ടുള്ളത്. 40 കോടി രൂപയാണ് ലീഗ് ഇതിനായി പിരിച്ചെടുത്തത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പേരിൽ 40 കോടി രൂപ പിരിച്ചെടുത്തതിൽ 12 കോടിയിലധികം രൂപ ഈ ഭൂമിക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചു എന്നാണ് ലീഗ് നേരത്തെ പറഞ്ഞ കണക്ക്. ഇത്രയും തുക എന്തിനാണ് ചെലവഴിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം 22,956 രൂപ മാത്രം ഭൂമിക്ക് സെന്റിന് വില വരുന്ന സ്ഥലത്താണ് 1.20 ലക്ഷം രൂപയ്ക്കും അതുപോലെ തന്നെ 1.4 ലക്ഷം രൂപയ്ക്കും 98,000 രൂപയ്ക്കും ഒക്കെയായി ഭൂമി 5 പേരിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൽ കല്ലങ്കോട് മൊയ്തു എന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവും അതുപോലെ തന്നെ അഭിഭാഷകനും ഈ ലീഗിന്റെ ഭവന നിർമ്മാണ സമിതി അംഗവുമായ കല്ലങ്കോട് മൊയ്തുവിന്റെ ഭൂമി 3 ഏക്കർ ഭൂമിയാണ് വാങ്ങിയിരിക്കുന്നത്. 11ഓളം ഭൂമി ഈ സ്ഥലത്ത് വയനാട് ജില്ലയിലെ ലീഗ് നേതൃത്വത്തിന് കാണിച്ചു കൊടുത്തിരുന്നു. 30,000, 40,000, 65,000 രൂപയ്ക്ക് കരഭൂമികളാണ് കാണിച്ചു കൊടുത്തത്. അപ്പോഴൊക്കെ തന്നെ തോട്ടം ഭൂമി, മറ്റ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കല്ലങ്കോട് മൊയ്തു അഭിഭാഷകൻ എന്ന നിലയിലാണ് ഈ ഭൂമിയൊക്കെ ഒഴിവാക്കിയത്. എന്നിട്ട് തന്റെ ഭൂമി 3 ഏക്കർ ഭൂമി 1.20 ലക്ഷം രൂപ സെന്റിന് പറഞ്ഞുകൊണ്ട് വിൽക്കുന്ന അവസ്ഥയിലേക്കാണ് ലീഗിന് തന്നെ ഭവന നിർമ്മാണ സമിതി അംഗം ആ നിർമ്മാണ സമിതിക്ക് തന്നെ തന്റെ 3 ഏക്കർ ഭൂമി വിൽക്കുന്നു. അതും വൻ വില കൊടുത്ത്, ഇരട്ടിയല്ല 4 ഇരട്ടിയിലധികം രൂപ കൊടുത്ത് വിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കല്ലങ്കോട് മൊയ്തുവിന്റെ ബന്ധുക്കളായ ഷംജിത്ത്, അതുപോലെ തന്നെ റംല തുടങ്ങിയ ആളുകളിൽ നിന്നും 5 പേരിൽ നിന്നാണ് ഈ ബാക്കി ഭൂമി വാങ്ങിയിരിക്കുന്നത്. ഇത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭൂമി തട്ടിപ്പ് കേസ് തന്നെയാണ്. കാരണം ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് ഇത്രയും വലിയ തുക കൊടുത്ത് ലീഗ് നേതാക്കളുടെ ഭൂമി തന്നെ വിലക്ക് വാങ്ങുന്ന അവസ്ഥയിലേക്ക് ലീഗ് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. VP സജനിയിൽ നിന്ന് 1.05 ലക്ഷം രൂപയ്ക്കും VP ഷംലയിൽ നിന്ന് 1.16 ലക്ഷം രൂപയ്ക്കും സുനിൽകുമാർ എന്ന് പറയുന്ന ആളിൽ നിന്ന് 98,000 രൂപയ്ക്കുമാണ് സെന്റിന് വില പറഞ്ഞുകൊണ്ട് ഈ ഭൂമി വാങ്ങിയിരിക്കുന്നത്. ഈ ഭൂമി വാങ്ങുന്നതിലൂടെ 12 കോടി 3 കോടിയിലധികം രൂപ തന്റെ പോക്കറ്റിൽ തന്നെ വരുന്ന രീതിയിലാണ് ഭവന നിർമ്മാണ സമിതി അംഗം ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല ഇതിന് UDF-നും ബന്ധമുണ്ട്, കോൺഗ്രസിനും ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കല്ലങ്കോട് മൊയ്തു എന്ന് പറയുന്ന ആൾ മുൻ DCC അംഗമാണ്. DCC അംഗമായിരുന്ന കൽപ്പറ്റയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് എങ്ങനെയാണ് ലീഗിന്റെ നിർമ്മാണ സമിതിയിലേക്ക് വന്നത്, ഭവന നിർമ്മാണ സമിതിയിലേക്ക് വന്നത് എന്നുള്ളത് ലീഗിന്റെ ഉള്ളിൽ തന്നെ വലിയ പിരിമുറക്കമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഹാരിസ് അടക്കമുള്ള വലിയ അഭിഭാഷകർ ലീഗിനുള്ളിലുണ്ട്. എന്നിട്ട് പോലും അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ലീഗ് നേതൃത്വം ഇയാളെ കല്ലങ്കോട് മൊയ്തു എന്ന് പറയുന്ന ആളെ ഈ ഒരു നിർമ്മാണ സമിതിയിലേക്ക് എടുത്തിരിക്കുന്നത്. അതെന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യവും ഉയരുകയാണ്. മനു. ശരി.